സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഓരോ വിദ്യാലയം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിന്നും എരൂർ ഗവൺമെന്റ് KM UP സ്കൂളും ഉൾപ്പെട്ടു എന്നത് എരൂർ നിവാസികൾക്ക് അഭിമാനകരമാണ്. ഒരു ജനകീയ പരിപാടിയായി മാറിയ ഈ പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഹൈടെക് സ്കൂൾ കെട്ടിടം ഇന്ന് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നമ്മുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് നിർവഹിച്ചിരിക്കുകയാണ്. അഭിമാനകരമായ ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച തൃപ്പൂണിത്തുറ മണ്ഡലത്തിന്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ശ്രീ M സ്വരാജ് നാടമുറിച്ച് നമ്മുടെ സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശിലാഫലക അനാച്ഛാദനവും നിർവഹിച്ചിരിക്കുന്നു. ഇനി യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. കൈകൂപ്പി നിൽക്കുന്നു ഞാൻ മുന്നിൽ ഈറനാണിഞ്ഞ മിഴികളോടെ കാരുണ്യമെന്നിൽ ചൊരിയാനെ ഭൂവിനു കാരണമായുള്ള തമ്പുരാനെ അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അക്ഷരം തെറ്റാതനുസരിച്ചും ഉള്ളിൽ വെളിച്ചം പകരും ഗുരുവിനെ ഉന്മയിൽ സ്നേഹിച്ചങ്ങാദരിച്ചും കൂടെ പഠിക്കുന്ന കുട്ടികളെ തന്റെ കൂടെ പിറപ്പുകളായി നിനച്ചും മാതൃഭൂവിനാൽ ജീവൻ വെടിഞ്ഞോരെ മാതൃകയായിട്ടും സ്വീകരിച്ചും സത്യവും നീതിയും ധർമ്മവും ജീവിത തത്വങ്ങളായിട്ട് അംഗീകരിച്ചും ജീവിക്കുവാനായി അനുഗ്രഹിക്കണമേ ജീവാദിനായക സർവേശ്വര, ജീവാദിനായക സർവേശ്വര. ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷ ശ്രീമതി രമാ സന്തോഷ്, നമ്മുടെ ഈ ഔദ്യോഗിക സുദിനത്തിൽ നമ്മുടെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സ്വരാജ് MLA, മുഖ്യ അതിഥിയായി നാം നിശ്ചയിച്ചിട്ടുള്ള ശ്രീ ജോൺ ഫെർണാണ്ടസിന്റെ അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടെ ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീമതി UP സിവിൽ എഞ്ചിനീയർ PWD കെട്ടിട വിഭാഗം, ശ്രീ UK പീതാംബരൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നഗരസഭ, ശ്രീമതി ഷീന ഇംഗ്ലീഷ് വാർഡ് കൗൺസിലർ, ശ്രീ P വാസുദേവൻ വികസന സമിതി അംഗം, ശ്രീ VP ലിജു ഇവിടുത്തെ PTAയുടെ പ്രസിഡന്റ്, പ്രതിജ്ഞാവാക്യപ്പെടുത്തുന്ന ശ്രീമതി ശ്രീലത HM, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീ സജോയ് ജോർജ് DPO SSK, ശ്രീമതി ധന്യ ചന്ദ്രൻ BRC BPC ഡയറ്റിന്റെ ഫാക്കൽറ്റി ആയിട്ടുള്ള ശ്രീ ജോസഫ്, മറ്റ് നാട്ടുകാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപക സമിതി അംഗങ്ങളെ,
ഉന്നതാകാംക്ഷികളെ, നമ്മുടെ ഒരു KMVP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ അഭിമാനത്തിന്റെ ദിവസമാണ്. തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് പൊതുവിൽ എത്ര പറഞ്ഞാലും തീരാത്ത അഭിമാനത്തിന്റെ ദിവസമാണ്. അത് സംബന്ധിച്ചെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട MLA പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം KMVP സ്കൂൾ ഒരു ഹൈസ്കൂളാക്കി ഉയർത്തുക എന്നുള്ള ആവശ്യം പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്നൊരു ആവശ്യം. നമുക്കതിന് ഉള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നപ്പോൾ നമുക്കത് സാങ്കേതികമായി കഴിയാത്ത സ്ഥിതി വന്നു. തിരുവാങ്കുളം പഞ്ചായത്ത് കൂടി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് ഹൈസ്കൂളുകളുടെ എണ്ണം ഒരു നഗരസഭയിൽ എത്രയാകാമോ ആ ലിമിറ്റിലെത്തിയതിനെ തുടർന്ന് നമുക്ക് നമ്മുടെ KMVP സ്കൂൾ ഹൈസ്കൂളിലേക്ക് ഉയർത്തുക എന്നുള്ള സ്വപ്നത്തിന് സാങ്കേതികമായി ഇപ്പോൾ അനുമതി കിട്ടാൻ നിർവാഹമില്ലാത്തൊരവസ്ഥ. ഇതിനിടയിൽ ഹൈസ്കൂളാക്കി പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് പടക്കടിച്ച ആളുകളൊക്കെ, പക്ഷെ പടക്കം മാത്രമേ ഉണ്ടായുള്ളൂ, സംഭവം നടന്നില്ല. അങ്ങനെ ഒരു പടക്കം അടിച്ച ആളുകളെ പറ്റിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ KMVP സ്കൂളിന്റെ ഭൗതിക പശ്ചാത്തലം നമുക്ക് ഇനിയും വികസിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ എരൂരിനെ സംബന്ധിച്ച് എരൂരിൽ ഒരുപക്ഷെ വെണ്ണല പ്രദേശത്ത് നടക്കാം, എരൂരിന്റെ SN ജംഗ്ഷൻ വരെയുള്ള പ്രദേശങ്ങളിലുള്ള കുട്ടികൾ ആശ്രയിക്കുന്ന സർക്കാർ വിദ്യാലയം, ഏക സർക്കാർ വിദ്യാലയം KMVP സ്കൂൾ. ഒരു വിപുലമായ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്കൂൾ എന്നുള്ള നിലയിൽ നമ്മുടെ സ്കൂളിനെ ഉറ്റുനോക്കുന്ന നിരവധി രക്ഷാകർത്താക്കളുണ്ട്. പക്ഷെ നമുക്ക് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ഏറെ പരിമിതികൾ, സർക്കാർ വിദ്യാലയങ്ങളുടെ ഭൗതിക പശ്ചാത്തലങ്ങളുടെ പരിമിതി. ചോക്കില്ല, ബ്ലാക്ക് ബോർഡൊക്കെ വൈറ്റ് ബോർഡാണ്, തൂത്ത് ബ്ലാക്കൊക്കെ പോയി വൈറ്റായി, ടെസ്റ്ററില്ല, അധ്യാപകരില്ല, അധ്യാപകർ കൃത്യമായ ജോലിക്ക് വരുന്നില്ല, കളിസ്ഥലമില്ല, കമ്പ്യൂട്ടറില്ല. ഈ പോരായ്മകളൊക്കെയാണ് നമ്മുടെ സർക്കാർ വിദ്യാലയത്തിൽ നിലനിൽക്കുന്നത്. അതിന്റെ പൂർണ്ണമായ പരിഹാരം 5 വർഷം കൊണ്ട് കാണുക എന്നുള്ളതായിരുന്നു ഗവൺമെന്റ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നാം നടന്നെടുക്കുക. MLA മറ്റു കാര്യങ്ങളെ കുറിച്ച് പറയും, ഞാൻ വിശദാംശങ്ങളിൽ കിടക്കുക. കേരളത്തിൽ സ്വപ്നതുല്യമായ വേഗതയിൽ പൊതുവിദ്യാഭ്യാസത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ് 5 വർഷത്തെ കാലഘട്ടം. 115 വർഷമുള്ള സ്കൂളിന്റെ ഒരു പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തിട്ട് പോകാറുണ്ട്. 5 വർഷം കൊണ്ട് 115 വർഷത്തെ കടം വീട്ടി, ഇനിയും വീട്ടും. അതിന് കഴിയത്തക്ക രീതിയിൽ സാഹചര്യം നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട നഗരസഭ അധ്യക്ഷ ശ്രീമതി രമാ സന്തോഷിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ഇന്ന് മേടിച്ചു. ഓക്കെ, ശരി ശരി, വീട്ടിൽ കൊണ്ടുപോയിക്കോളട്ടോ. ഈ പരിപാടിയിൽ നമ്മുടെ ഇവിടെ നാടമ്പരത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന, അതുപോലെ തന്നെ ഇപ്പോ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത, അതിനേക്കാളെല്ലാം ഉപരി ഒരു കത്ത് സ്കൂളിൽ നിന്ന് തന്നപ്പോൾ തന്നെ 1 കോടി രൂപ ഈ സ്കൂളിന് വേണ്ടി 3ാമത്തെ ആഴ്ച അനുവദിക്കുകയാണ് ചെയ്തത്. ഈ കെട്ടിടം പണിയാണ് ഒരു കത്ത് PTA തരാൻ പറഞ്ഞു. ആ കത്ത് MLA കയ്യിൽ എത്തിച്ച് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ 1 കോടി രൂപ അനുവദിച്ചതായി തിരുവനന്തപുരത്ത് വിളിച്ചു പറയുകയായിരുന്നു. അപ്പോ ഇതിന്റെ പൂർണ്ണമായ അവകാശി, ഇതിന്റെ നേതൃത്വം ശ്രീ M. സ്വരാജ് MLA ആണ്. ഇത് ഉദ്ഘാടനത്തിന് തന്നെ അദ്ദേഹം തന്നെ എത്തിച്ചേർന്നതിൽ അതിയായ ആഹ്ലാദം ഏരൂർ നിവാസികൾക്കുണ്ട്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. അടുത്തതായി റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീമതി ഇന്ദു P, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത്, കെട്ടിട വിഭാഗം. ശ്രീമതി ഇന്ദു P ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഇവിടെ ആശംസകൾ സംസാരിക്കുന്ന ശ്രീ UK പീതാംബരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തൃപ്പൂണിത്തുറ നഗരസഭയുടെ ചെയർമാനാണ്. ശ്രീ UK പീതാംബരനെ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ശ്രീമതി ഷീന ഗിരീഷ്, നമ്മുടെ ഈ വാർഡിന്റെ കൗൺസിലറാണ്. ശ്രീമതി ഷീന ഗിരീഷിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ സജോയ് ജോർജ്, BPO ആണ്, SSK തൃപ്പൂണിത്തുറ. ശ്രീ സജോയ് ജോർജിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീമതി ധന്യാചന്ദ്രൻ, BRC തൃപ്പൂണിത്തുറ BPC. ധന്യാചന്ദ്രനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ P. വാസുദേവൻ, കണയന്നൂർ താലൂക്കിന്റെ വികസന സമിതി അംഗമാണ്. ശ്രീ P. വാസുദേവനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഡയറ്റിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീ ജോസ് സാർ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡയറ്റിന്റെ പ്രതിനിധി ശ്രീ ജോസ് സാർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ VP ബിജു, നമ്മുടെ ഈ ഇവിടുത്തെ PTA പ്രസിഡന്റാണ്, നിങ്ങൾക്ക് സുപരിചിതനാണ്. ശ്രീ VP ബിജുവിനെ സ്വാഗതം ചെയ്തു. നമ്മുടെ സ്കൂളിന്റെ HM ശ്രീമതി ശ്രീലത AK, ഇവിടെ നടക്കുന്ന ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ഏറ്റവും കൂടുതൽ ആദ്യം പിടിച്ച ജീവിതം അനുഭവിച്ചത് ടീച്ചറായിരിക്കും. അതിന് കുറെ സമ്മർദ്ദം എനിക്കും സഹിക്കാൻ ഇടയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി ശ്രീലത ടീച്ചറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പോ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള സ്വാഗതമാണ്. പലരും ഇന്നൊരു ആവേശത്തിന്റെ തിരയാട്ടത്തിലാണ്. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പോയി അവിടെ നിന്ന് ഓടിച്ചാടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ പലരും വന്നിരിക്കുന്നത്. 10 മാസം ഒക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ നിർമ്മാണക്കാരുടെ നഗരസഭയിലാണെങ്കിലും ഒരു വലിയ ആഘോഷ ദിവസമാണ്. ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന നിങ്ങളെ ഏവരെയും ഹൃദയത്തോടെ ചേർത്ത് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചൊല്ലുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി റിപ്പോർട്ട് അവതരണമാണ്. റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി ഇന്ദു P. അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർപേഴ്സൺ രമ സന്തോഷ്, ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് സ്വരാജ് അവർകൾ, ബഹുമാനപ്പെട്ട ഹെഡ്മിസ്റ്റർ ശ്രീമതി ശ്രീലത, വേദിയിലെ സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. KM UP സ്കൂൾ എരൂരിന്റെ പുതിയ കെട്ടിടം ഇന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് സമർപ്പിക്കുന്ന റിപ്പോർട്ട്. എരൂർ KM UP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 100 ലക്ഷം രൂപയുടെ ഭരണാനുമതി 1/3/2018 ലഭിച്ചു. ആയതിനു വേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കി സാങ്കേതികാനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ മുറയ്ക്ക് എസ്റ്റിമേറ്റ് തുകയേക്കാൾ 8.07% കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ ശ്രീ അബ്ദുൾ റഹ്മാൻ P. എന്ന കരാറുകാരന് കരാർ നൽകി. 15/5/2019 നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. ഈ പദ്ധതി പ്രകാരം എരൂർ KM UP സ്കൂളിന് 2 നിലകളിലായി 4100 ചതുരശ്ര അടിയിൽ 7 ക്ലാസ് മുറികളും 1 സ്റ്റാഫ് മുറിയും 1 ഓഫീസ് മുറിയും 2 ടോയ്ലറ്റ് ഉൾപ്പെടുന്ന കെട്ടിടമാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ കെട്ടിടത്തിലെ ഇലക്ട്രിക്കൽ പ്രവർത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം വർദ്ധിക്കാനും പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുവാനും ഇത് ഇടയാക്കുമെന്നത് ഏവർക്കും സന്തോഷകരമായ കാര്യമാണ്.
പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കും കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് തൃപ്പൂണിത്തുറ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി രമ സന്തോഷ് അവർകളാണെന്നത് നമുക്ക് ഏവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീമതി രമ മാഡത്തെ സ്നേഹാദരങ്ങളുടെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഏവരും ആഗ്രഹിച്ചിരുന്ന സുദിനമാണ് ഇന്ന് ഇവിടെ. ഈ ദിനത്തിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു നിയോജക മണ്ഡലത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലായി ഒരു സ്കൂളിനെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഓരോ സ്കൂളിന്റെയും മികവിന്റെ കേന്ദ്രമാക്കി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഹൈടെക് മാതൃകയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്കൂളുകളാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി ഇന്ന് കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവരുടെ സാന്നിധ്യത്തിൽ 111 സ്കൂളുകളാണ് ഇന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. അതിന്റെ ഭാഗമായി നമ്മുടെ നിയോജക മണ്ഡലത്തിൽ 3 സ്കൂളുകൾ, അവരുടെ മാങ്കായ് സ്കൂള്, അതുപോലെ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂള്, KMUP സ്കൂള്. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ 2 കെട്ടിടങ്ങളാണ്, ഹൈസ്കൂൾ കെട്ടിടവും അതുപോലെ തന്നെ പ്രീ പ്രൈമറി കെട്ടിടവും. 2ന്റെ ഉദ്ഘാടനം. മൊത്തത്തിൽ 4 ബിൽഡിങ്ങുകളുടെ 4 സ്കൂൾ മന്ദിരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങാണ് നടന്നത്. ഈ ചടങ്ങിൽ ഇന്നിവിടെ സ്വാഗതം പറഞ്ഞ KMUP സ്കൂളിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ നഗരസഭയുടെ വൈസ് ചെയർമാൻ ശ്രീ KK പ്രദീപ് കുമാർ, ഇന്നിവിടെ നാടമുറിക്കലും മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് M സ്വരാജ് അവർ മുഖ്യാതിഥിയായി ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുള്ള അദ്ദേഹം എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. ശ്രീ ജോൺ ഫെർണാണ്ടസ് MLA, ആശംസകൾ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ശ്രീ UK പീതാംബരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അദ്ദേഹം. വാർഡിന്റെ കൗൺസിലറായിട്ടുള്ള ഷീന ഗിരീഷ്, താലൂക്ക് വികസന സമിതി അംഗം ആയിട്ടുള്ള ശ്രീ P വാസുദേവൻ, PTA പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ VP ബിജു, സ്കൂളിലെ HM ശ്രീല ടീച്ചർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, PTA അംഗങ്ങൾ, എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വളരെ സന്തോഷം. നമ്മൾ ഏവരും കൊതിച്ചിരുന്ന ഒരു സുദിനമാണെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുക എന്ന സംസ്ഥാന സർക്കാരിന്റെ ആ ഒരു ലക്ഷ്യത്തിന് ഫലപ്രാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി നമുക്കറിയാം, തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലും വിശിഷ്യ തൃപ്പൂണിത്തുറ നഗരസഭാ അതിർത്തിയിലും ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ നാം നേരിൽ ദർശിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. KMUP സ്കൂള്, അതുപോലെ സംസ്കൃത സ്കൂള്, ഗവൺമെന്റ് കോളേജ്, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂള് എന്നിവ നാം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ എടുത്തു നോക്കിയാൽ എത്രയെത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സാധാരണക്കാരായ ആളുകളുടെ മക്കൾക്ക് സ്വപ്നം കാണാനാവാത്ത തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളോടും ഭൗതിക സൗകര്യങ്ങളോടും കൂടിയ വിദ്യാലയങ്ങളാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. സാധാരണക്കാരന് അപ്രാപ്യമായിരുന്ന ആ വിദ്യാഭ്യാസം അവരുടെ കുട്ടികളുടെ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. കെട്ടിടം MLA ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച് പണി പൂർത്തിയാക്കി മുൻപേ ഉദ്ഘാടനം ചെയ്തിരുന്നു. മാത്രവുമല്ല, ഇന്നലെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും പുതിയ ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ്. 2 കോടി രൂപ ചെലവിൽ മാങ്കായ് സ്കൂളിൽ പുതിയ ഒരു കെട്ടിടം കൂടി നിർമ്മിക്കാൻ സർക്കാർ ഉത്തരവായിരിക്കുകയാണ്. ഈ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ നമ്മുടെ എരൂർ സ്കൂളിലും ഗേൾസ് സ്കൂളിലും പുറമെ ബോയ്സ് സ്കൂളിൽ 50 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഇതിനോടകം നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനമുണ്ട്. മുനിസിപ്പാലിറ്റിയും കൂടി സഹകരണത്തോടെ അവിടെ നിർമ്മിച്ചിട്ടുള്ള വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പവലിയൻ, സ്പോർട്സ് കോംപ്ലക്സ് ഇതെല്ലാം പണി പൂർത്തിയാക്കി ഉദ്ഘാടനം കഴിഞ്ഞതാണ്. ഇപ്പോൾ 1 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. തൃപ്പൂണിത്തുറയിൽ തന്നെ സംസ്കൃത സ്കൂളിൽ 1 കോടി രൂപ ചെലവിലുള്ള കെട്ടിടത്തിന്റെയും 1 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കെട്ടിടത്തിന്റെയും 2 കെട്ടിടങ്ങളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദയംപേരൂരിലേക്ക് പോയാൽ പൂത്തോട്ടയിൽ 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കെട്ടിടം, നമ്മുടെ ഇതുപോലെയുള്ള കെട്ടിടം നിർമ്മാണം പാതി വഴി പിന്നിട്ടിരിക്കുകയാണ്.
മുന്നോട്ട് പോവുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയകുളം JPS 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കെട്ടിട നിർമ്മാണം അതിന് തുടക്കം കുറിക്കാൻ പോവുകയാണ്, ടെൻഡർ ചെയ്യാൻ പോവുകയാണ്. കണ്ടനാട് JPS 60 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനവും കഴിഞ്ഞിരിക്കുകയാണ്. മരട് നഗരസഭയിലേക്ക് പോയ നേരത്തെ പറഞ്ഞ മാകായി സ്കൂളിന് പുറമെ കുണ്ടന്നൂരിലെ JPS 1 കോടി ചെലവഴിച്ചുകൊണ്ടുള്ള കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം കഴിഞ്ഞ് അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ പണി നടക്കുകയാണ്. കുമ്പളം ഗ്രാമപഞ്ചായത്തിലെ ഉദയത്തുമ്പാതിലെ LP സ്കൂളിൽ 1 കോടിയുടെ കെട്ടിടം പണി പൂർത്തിയായി ഈ മാസം ഉദ്ഘാടനത്തിന് സജ്ജമാവും. എടക്കൊച്ചി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1 കോടി ചെലവഴിച്ചുകൊണ്ടുള്ള കെട്ടിട നിർമ്മാണം വൈകാതെ ആരംഭിക്കും. അതിന്റെ പ്രാരംഭ നടപടികൾ നടക്കുകയാണ്. സ്കൂളുകൾക്ക് പുറമെ കോളേജുകളിൽ തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജ് അവിടെ ക്യാൻറ്റീൻ നിർമ്മാണം പൂർത്തിയായി. അക്കാദമിക് ബ്ലോക്കിന്റെയും അതുപോലെ ലേഡീസ് ഹോസ്റ്റലിന്റെയും ആദ്യ നിലയുടെ പണി പൂർത്തിയായി, ബാക്കി പുരോഗമിക്കുകയാണ്. തൃപ്പൂണിത്തുറയിലെ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ 14 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. RLB കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടം അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ച് പണി ആരംഭിക്കുന്നതിന്റെ പ്രാരംഭ നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടി ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും വലിയ ആയുർവേദ ഗവേഷണ കേന്ദ്രം ബോയ്സ് ഹൈസ്കൂളിന്റെ സമീപത്ത് പണി പൂർത്തിയായി 38 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുള്ളതാണ്. ഈ മാസം അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ. ആയുർവേദ കോളേജിൽ ഫാർമസി ബ്ലോക്കിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളുടെ നിർമ്മാണം പൂർത്തിയായി. ഇപ്പോൾ പുതിയൊരു കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം ചെയ്യാവുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. മരട് ഗവൺമെന്റ് ITI 12 കോടി രൂപ ചെലവിൽ കെട്ടിട നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഈ പശ്ചാത്തല സൗകര്യ വികസനം മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ MLA ശ്രീ സ്വരാജ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വികസനം ഈ 4-5 വർഷം പൂർത്തിയാകുമ്പോൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നാനാ മേഖലയിലും ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കേരളത്തിലുണ്ടായിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാം തരണം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നന്നായി ശ്രദ്ധിക്കാനും വിദ്യാഭ്യാസ മേഖല ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റി സ്ഥാപിത താല്പര്യക്കാരിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക എന്ന യത്നം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി. നമുക്കറിയാം, പാവപ്പെട്ടവന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ തന്നെ ടീച്ചർമാർക്ക് പഠിപ്പിക്കാനോ ചോർന്നു നിന്ന മുറികളും ഇരിക്കാൻ ബെഞ്ചുകളും ഒന്നും ഉണ്ടാകുക എന്ന കാലഘട്ടം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനോട് മാറ്റം വരുത്താൻ എന്നാൽ ഇതിലെല്ലാം വ്യക്തതയൊഴി കച്ചവട മനസ്സോടുകൂടി കണ്ട സ്ഥാപിത താല്പര്യക്കാരിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുക എന്ന യജ്ഞം പൂർത്തീകരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന നാനാവിധ മേഖലയിലും കൈവച്ചുകൊണ്ട് കേരളത്തിലുള്ള ജനങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വികസന പാതയിൽ അതിന് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ MLA സൂചിപ്പിച്ച പോലെ ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെടുത്ത് നോക്കിയാൽ ഈ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ എല്ലാ മേഖലയിലും വികസനത്തിന്റെ കയ്യൊപ്പില്ലാത്ത ഒരു പ്രദേശം പോലും ഇല്ല എന്ന് കാണാൻ കഴിയും. എല്ലാ മേഖലയിലും കുടിവെള്ള പ്രശ്നത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറയുന്നതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണുമെന്ന് കേരളത്തിലെമ്പാടും പറയുന്നതുപോലെ കേരളത്തിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ആദ്യമായി നടപ്പാക്കാൻ കഴിയും. ഇന്ന് എന്നിട്ട് നോക്കിയാൽ നാനാവിധ മേഖലയിലും
ലൈഫ് മിഷനായാലും നാനാവിധ മേഖലയിലും അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റം, വിദ്യാഭ്യാസ മേഖലയിൽ വളർന്നു വരുന്ന യുവാക്കൾ, വിദ്യാർത്ഥികളെല്ലാം ഈ നാടിന്റെ നട്ടെല്ലും അല്ലെങ്കിൽ പ്രതീക്ഷയുമാണ്, രാജ്യത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ അനീതിയുടെയും അല്ലെങ്കിൽ പിടിയും എല്ലാം മാറ്റി പുതിയ ഒരു കാഴ്ചപ്പാടോട് മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് നിർത്താൻ, ഇത് തുടർന്ന് മുന്നോട്ട് പോകാൻ എല്ലാവരും സഹകരിക്കാനും, വിദ്യാഭ്യാസ മേഖല സമ്പുഷ്ടമായാൽ ആ രാജ്യവും ആ പ്രദേശവും വ്യക്തതയോടുകൂടി തന്നെ സമ്പുഷ്ടമാകും. വളർന്നു വരുന്ന ആ വിദ്യാർത്ഥികൾ, യുവാക്കൾ നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നടത്തിയ ഈ ഉദ്ഘാടനവും അതുപോലെ തന്നെ നടത്തിയ എല്ലാ ഇതിലും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് നമ്മുടെ പ്രിയങ്കരിയായ വാർഡ് കൗൺസിലർ ശ്രീമതി ഷീന ഗിരീഷ് അവർകളെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ശിലാഫലകവും നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട MLA, നമ്മുടെ വേദിയിലും സ്ഥലത്തിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ന് ഉത്സവത്തിന്റെ നിറവിലാണ് ഇന്നിവിടെ കൂടി നിൽക്കുന്നത്. നമ്മുടെ ഈ ഏരിയയിലുള്ള ഒരു നിവാസികൾ നമ്മളെല്ലാവരും തന്നെ കുറേ ദിവസങ്ങളായി നമ്മുടെ ഈ നാട്ടുകാരെ, നമ്മുടെ ഈ സ്കൂളിൽ തന്നെ, അതായത് എല്ലാ കാര്യങ്ങളിലും കുരുത്തോല വെക്കാനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ പരിപാടികളിലും രാത്രിയും പകലും എന്ന പോലെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിക്കുകയുണ്ടായി. നമ്മുടെ ഈ സ്കൂൾ കെട്ടിടം നല്ല രീതിയിൽ പണി കഴിപ്പിച്ച നമ്മുടെ കോൺട്രാക്ടർക്കും അതേ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കുവാനും, നമുക്കറിയാം ഇപ്പോൾ കോവിഡ് കാരണം നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വരാൻ പറ്റാത്തതും ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ അടുത്ത പ്രാവശ്യം സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അവിടെ ആകെ മാറ്റത്തിന്റെ ഒരു വികസനം തന്നെയായിരിക്കും. നമ്മുടെ സ്കൂൾ തന്നെയാണോ എന്ന് നമ്മുടെ കുട്ടികൾ ചോദിച്ചു പോകുന്ന ഒരു കാര്യം തന്നെ കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ MLA നമ്മുടെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ MLA, അതായത് ഇവിടെ പറയുകയുണ്ടായി 110 സ്കൂളോളം ഇന്ന് പണി കഴിപ്പിച്ച ഇതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് SSKയുടെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ശ്രീ സജോയ് ജോർജ് അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി രമ സന്തോഷ്, നമ്മുടെ ഇന്നത്തെ ഈ KNUP സ്കൂളിലെ 1 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ആരാധനാറ്റിലെ MLA, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ സ്വരാജ് MLA, വേദിയിലും സദസ്സിലും ഉപസ്ഥിതരായിരിക്കുന്ന ബഹുമാനികൾ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല ഒരു ചരിത്ര നേട്ടത്തിന്റെ പാതയിലൂടെ കടന്നുപോവുകയാണ്. നാളിതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളാണ് പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ അക്കാദമിക മുന്നേറ്റത്തിന്റെ കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബഹുമാന്യനായ MLA പറഞ്ഞ പോലെ തന്നെ ഏകദേശം 6,80,000 കുട്ടികളാണ് കഴിഞ്ഞ 4.5 വർഷമായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലേക്ക് പുതിയതായി മാറുന്നത്. ഈ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും പൊതുസമൂഹത്തിനും അവർ ചേർത്ത സ്കൂളിനെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനും ഉതകുന്ന രീതിയിൽ അക്കാദമിക പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനും പശ്ചാത്തല സൗകര്യങ്ങൾ വികസിക്കുന്നതിനുമെല്ലാം അഭൂതപൂർവമായിട്ടുള്ള ഭരണകൂട പിന്തുണയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ ചുവടുവയ്പ്പാണ് ഇന്ന് സംസ്ഥാനത്ത് 111 സ്കൂളുകൾ
പുതിയ കെട്ടിടങ്ങൾ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിച്ചു. നമ്മുടെ സ്കൂളുകൾ ഒരു കാലത്ത് നിറം മങ്ങിയ അവശത അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇന്ന് ആ സ്കൂളുകൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായിട്ടുള്ള കെട്ടിടങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായി സ്കൂളുകളിലെല്ലാം പുതിയ ക്ലാസ് മുറികളും ശുചിമുറികളും മെസ് ഹാളുകളും ഓഫീസ് സമുച്ചയവും എല്ലാം ഉണ്ടായിരിക്കുകയാണ്. ഇത് അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, സാമൂഹികപരമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾ കൂടുതൽ പഠിക്കുന്ന ഈ സ്കൂളുകളിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു കുട്ടിക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം തങ്ങളുടെ സാമ്പത്തികമോ സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ കൊണ്ട് നിഷേധിച്ചുകൂടാനുള്ള ഒരു ഭരണകൂടത്തിന്റെ നിശ്ചയദാർഢ്യമാണ് ഇത്തരത്തിലുള്ള ചുവടുവയ്പ്പുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റൊന്നുമല്ല, സർക്കാർ ഒപ്പം കൊണ്ട് നമ്മോട് കൂടിയുണ്ട്, നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ്. ഈ യു പി സ്കൂളിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിവിടെ 7 ക്ലാസ് മുറികളും സ്റ്റാഫ് റൂമും ഓഫീസ് മുറിയും ശുചിമുറിയും എല്ലാം ഉൾപ്പെടെയുള്ള വലിയൊരു കെട്ടിടം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ഈ സ്കൂളിന് കൂടുതൽ ഉയർച്ചയുടെ പടവുകൾ താണ്ടാൻ ആവശ്യമുള്ള എല്ലാ ചുവടുവയ്പ്പുകളും വരും നാളുകളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ മനോഹരമായി ഈ ചടങ്ങ് സംഘടിപ്പിച്ച ഇവിടുത്തെ HM-നെയും ജനപ്രതിനിധികളെയും അതിന് നേതൃത്വം നൽകിയ MLA-യും ഉൾപ്പെടെ ഈ ഒരു കൂട്ടായ്മയാണ് കേരളത്തിന് വേണ്ടത്. ഒരു വികസന കൂട്ടായ്മ, ജനകീയതയും ആധുനികതയും സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അത് ഈ സ്കൂളിനെ കൂടുതൽ ഉയരത്തിലെത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സമഗ്ര ശിക്ഷ എറണാകുളം പ്രദേശത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് ഡയറ്റ് ഫാക്കൽറ്റി ശ്രീ ജോസ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളാം. ഈ യോഗത്തിന്റെ അധ്യക്ഷ തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി രമ സന്തോഷ്, ഈ കെട്ടിടത്തിന്റെ നാടൻ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയും മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്ത തൃപ്പൂണിത്തുറയുടെ ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് M. സുരാജ് അവർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമികവും ഔദ്യോഗികമായിട്ടുള്ള അനവധി കുതിച്ചു ചാട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു ഉദാഹരണമാണ് ഇന്ന് നടക്കുന്നത് 111 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം കേരളം എമ്പാടും ഒരേ സമയം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളിലും വളരെ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കെട്ടിടം നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം മുൻകാലങ്ങളിൽ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ, സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ പശ്ചാത്തല സൗകര്യങ്ങളിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം കുട്ടികൾ അവിടെ ചേരുന്നതിന്, സാധാരണക്കാർ പോലും ചേരുന്നതിന് വൈവിധ്യം കാണിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ പശ്ചാത്തല സൗകര്യങ്ങൾ കുറവുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളെല്ലാം ഹൈടെക് ആവുകയും ഏതൊരു മികച്ച സ്കൂളുകളോടും ഒപ്പം നിൽക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യവും അക്കാദമികമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതേപോലെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ നമ്മുടെ സ്കൂളുകളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചതായിട്ട് കണക്കുകൾ സൂചിപ്പിച്ച ഈ കഴിഞ്ഞ വർഷങ്ങളിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ സ്കൂളില് ഇപ്പൊ പശ്ചാത്തല സൗകര്യങ്ങൾ വളരെ വികസിച്ചു. കുട്ടികളും അതുപോലെ തന്നെ കൂടുതൽ ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു പ്രദേശത്ത് ഗവൺമെന്റ് സ്കൂളുകൾ അധികമില്ല. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ, ഞാൻ ഈ വഴിയിലൂടെ എന്നും പോകുന്ന ആളാണ്. സ്കൂളിലെ പ്രവർത്തനങ്ങൾ പുറമേന്ന് മാത്രം കാണാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ്. ആദ്യമായിട്ട് ക്യാമ്പസിനകത്തേക്ക് കടച്ചായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇതിന്റെ മുന്നോട്ട് പോകുന്നു, കാണുന്നതിലൂടെ എന്തോ ഒരു വലിയൊരു ഉത്സവ പ്രതീതി തന്നെ കാണുന്നുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങളാണ് ഞാൻ പുറത്തുനിന്ന് ഞാൻ കാണുന്നുണ്ട്. നാട്ടുകാരുടെ എല്ലാം സഹകരണം ഇവിടെ ലഭിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇന്നത്തെ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് സംഘടിപ്പിച്ച് നാട്ടുകാരുടെ എല്ലാം സഹകരണത്തോടു കൂടി വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള
ഇവിടുത്തെ HM ഉണ്ട്, ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള MLA ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രവർത്തനവും അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ നടന്നു. ഈ സ്കൂൾ ഇനിയും നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് സ്കൂളിന്റെ പ്രവർത്തനങ്ങളും അക്കാഡമികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്ന ഇതിന്റെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് താങ്ക് യു സാർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ ബിജു VP അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ശ്രീമതി രമ സന്തോഷ്, ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ പ്രിയങ്കരനായ ശ്രീ M. സ്വരാജ്, ആശംസകൾ അർപ്പിച്ച വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UK പീതാംബരൻ, കൗൺസിലർ ഷീന ഗിരീഷ്, ഇവിടെ വിദേശനഗരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. മറ്റൊന്നുകൂടിയുണ്ട്, ഈ കോവിഡ് വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം നമ്മൾ നടത്താൻ വെച്ചിരുന്ന വാർഷികം നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നു. വാർഷികം നടത്തുന്നതിൻ്റെ അത്രയൊരു പ്രതീതിയോടുകൂടി തന്നെ നമുക്ക് ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഒരു കാര്യം അത് തന്നെ പറയപ്പെടുന്ന നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ ഈ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് മുതൽ വളരെ ടെൻഷൻ അടിച്ച ഒരാളോടെ ഉണ്ട് നമ്മുടെ HM ശ്രീല ടീച്ചർ. കഴിഞ്ഞ ആഴ്ചയാണ് നമുക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ഒരു കട്ടപ്പ് ഡേറ്റ് ഫെബ്രുവരി 6-ാം തീയതിയാണ് നമ്മൾ അറിയിപ്പ് നമുക്ക് ലഭിക്കുന്നത്. അന്ന് മുതൽ എനിക്ക് തോന്നുന്നു അന്ന് മുതൽ ഇന്നലെ വരെ ടീച്ചറെ ചിലപ്പോൾ മര്യാദ പറയുന്ന സാധ്യത. അത്രയും ടെൻഷനായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ. അതിനുശേഷം നമ്മൾ അതിൻ്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം നമ്മളിവിടെ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘത്തിൻ്റെ 2 മീറ്റിങ്ങുകൾ ഇവിടെ നടത്തുന്നത്. അത് ഈ ഡേറ്റ് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം സ്വാഗത സംഘം രൂപീകരിച്ച് അതിൻ്റെ തിങ്കളാഴ്ച വീണ്ടും അതിന് റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ നടത്താൻ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ. അതിനുശേഷം കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് നമുക്ക് നോട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കി പറ്റുന്നത്. അതായത് സംബന്ധിച്ച ചില തർക്കങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ നോട്ടീസ് ഏത് രീതിയിൽ അടിക്കണം, ഏത് പ്രോട്ടോകോൾ എങ്ങനെ പാലിക്കണം. അപ്പൊ അതിനെ സംബന്ധിച്ച് ഒരുപാട് ടെൻഷനായിട്ടുള്ള ഒരു കാലഘട്ടം. ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരു 2-3 ദിവസമായിട്ട് രാവിലെ ഞാൻ ജോലിക്ക് പോകാനുള്ള കാപ്പിയൊക്കെ ഇട്ട് ഓട്ടോറിക്ഷയായിട്ട് നമ്മൾ സ്കൂളിന്റെ അടുത്തേക്ക് വരും. ഓട്ടമാവുന്നല്ല, നമ്മൾ ഓരോ സ്കൂളിന്റെ ഓരോ പരിപാടി, ഇപ്പൊ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പരിപാടിയായിട്ട് പുറകെ ഓടും. രാത്രി ഒരു 7-8 മണി, 2 ദിവസമായിട്ട് 9-9 സ്ഥലത്തോട്ട് പോകുന്നു. അതിന് 7-8 മണി വരെ നമ്മൾ സ്കൂളിൽ ഇതിന്റെ ഓരോ പ്രവർത്തനമായിട്ട് സ്കൂളിലുണ്ടാവും. ഓരോ കാര്യങ്ങൾ അടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇത്ര വിജയകരമാക്കാൻ സഹായിച്ച ഒരുപാട് ഘടകങ്ങളുണ്ട്. സ്വാതന്ത്ര്യം രൂപീകരിച്ചു. ഒരു നാട്ടുകാരായ ആളുകൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ സ്കൂളിന് വേണ്ടി നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് നമ്മളോട് കാണിച്ചത്. അതിന്റെ ഒരു PTA ഭാരവാഹി എന്നിരുന്നു. PTA അതിന്റെ നന്ദിയും കടപ്പാടൊക്കെ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയാണ്. ഒരുപാട് പേരുടെ ഒരുപാട് ദിവസത്തെ പ്രയത്നമാണ് ഒരു ചെറിയ ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2018 നേരത്തെ സൂചിപ്പിച്ച പോലെ MLA നമുക്ക് ഈ ഫണ്ട് അനുവദിച്ച് 2018 വർഷമാണ് നമുക്ക് ഇതിന്റെ ഫണ്ട് അനുവദിച്ചെന്നുള്ള ആ ഒരു അറിയിപ്പ് കിട്ടുന്നത്. അപ്പൊ അതിന് മുന്നേ കഴിഞ്ഞ നിങ്ങളുടെ സാധാ സമ്മതത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയും. ഇതിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക്, ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പോസ്റ്റ് ചെയ്യല്ല, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക്
അവരുടെ ചില പ്രാദേശികമായ ചില കാര്യങ്ങൾ നമ്മുടെ ഒരു പ്രദേശത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം, സ്കൂളുണ്ടോ, ആശുപത്രിയുണ്ടോ, അപ്പൊ അതായത് വികസനം നമുക്ക് ആവശ്യമാണ്. അത്തരത്തില് ഇപ്പോൾ MLA ആണെങ്കിൽ കൂടി അവരുടെ MLA ആണെങ്കിൽ കൂടി അതിന്റെ ആ കാര്യങ്ങൾ MLA ശ്രദ്ധയിൽപ്പെടുത്തി. ഇപ്പോൾ നേരത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ചവരെ ഒരു കത്ത് കൊടുത്തു, അപ്പൊ തന്നെ തന്നു. പക്ഷേ ആ കത്ത് കൊടുക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ന സാധനങ്ങൾ നമ്മുടെ പ്രദേശത്തേക്ക് വേണമെന്ന് ഇവിടുത്തെ പ്രാദേശിക ഘടകം MLA സംസാരിച്ചു. ശേഷമായിരിക്കാം MLA ഇങ്ങനെ കത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പ്രദേശത്തുള്ള സ്കൂളുകൾ ഹൈടെക് ആണോ, അല്ലെങ്കിൽ അതിന്റെ നല്ല ബിൽഡിങ്ങുകൾ വരും, നല്ല നല്ല സ്കൂളുകൾ ഉണ്ടാകും, നല്ല ആശുപത്രി ഉണ്ടാകുന്ന താല്പര്യങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ ഘടകം സ്വീകരിച്ചു. അതിനുശേഷം അവർ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നമ്മൾ 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും. അപ്പൊ ഞാൻ അന്ന് സരസ്വതി ടീച്ചറാണ്. അപ്പൊ എന്ത് ടീച്ചർ പറഞ്ഞു, ഞങ്ങൾ ടീച്ചർ നമുക്ക് സ്മാർട്ട് ക്ലാസ് ആയാലും ഈ 1 കോടി രൂപയുടെ അപ്രാവശ്യം ആവശ്യം വരില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ യോഗം നടക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ മേൽവശത്ത് 26 ലക്ഷം രൂപയുടെ ഫണ്ടൊക്കെ വെച്ചാണ് നമ്മൾ പണിത്. അപ്പൊ അത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്. അപ്പൊ നമുക്ക് ഇത്ര കോടി കിട്ടുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ പഴയതായി 1909 രൂപീകരിച്ച സ്കൂളാണ്. അപ്പൊ അത്രയും വർഷം 111 വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിംഗ്, 100 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് പുതിയ ബിൽഡിംഗ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടീച്ചർ സജഷൻ വരും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പുതിയ ഒരു ബിൽഡിങ്ങിന് വേണ്ടി. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പുതിയ ബിൽഡിംഗ് വേണം. അങ്ങനെ പുതിയ ബിൽഡിങ്ങിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എഴുതി കൊടുക്കുകയും നമുക്കൊരു പുതിയ ബിൽഡിങ്ങിന് വേണ്ടി 1 കോടി രൂപ അനുവദിക്കുകയാണ് ചെയ്തത്. അതനുസരിച്ച ശേഷം അതിന്റെ മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെവിടെ പണി? അപ്പൊ നമ്മൾ ഇന്നാള് വിളിച്ചുകളാണ് പത്രങ്ങളുടെയൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞു കാണും, TV മാധ്യമം, സമൂഹ മാധ്യമങ്ങളുടെ വളരെ വൈറലാക്കി വിവാദങ്ങൾ ഉണ്ടാക്കാനായി കഴിയ ചെറിയൊരു ബിൽഡിംഗ് ആണ്. മുനിസിപ്പാലിറ്റി പൊളിച്ച സമയത്ത് അതിന് മണ്ണ് മാന്തിയ പ്രശ്നമുണ്ടായി. അപ്പൊ ആ ബിൽഡിംഗ് പൊളിച്ച സ്ഥലത്ത് പണിയാം. അപ്പൊ ആ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാം. അതിന്റെ പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങൾ കേട്ട് കുറച്ച് നാളുകൾ അങ്ങനെ നീണ്ടുപോയി. അപ്പൊ അത് പൊളിക്കാനുള്ള ഓർഡർ കേട്ടി പൊളിച്ചു. അപ്പൊ പിന്നീട് ആലോചനയില് അങ്ങനെ അവിടെ ഒരു ബിൽഡിംഗ് വന്നാൽ നമ്മുടെ മുൻവശം തന്നെ അടഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും ബിൽഡിംഗ് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് കാണാൻ പറ്റില്ല. നമുക്കൊരു ആ ബിൽഡിംഗ് വരുന്ന ഒരു എടുപ്പില്ലാത്ത വിധത്തിലായിരിക്കും. പിന്നീട് അസൗകര്യങ്ങൾ ഉണ്ടാവും, ഗ്രൗണ്ടിന് അസൗകര്യം ഉണ്ടാവും എന്നുള്ള ആലോചനയുണ്ട്. പിന്നീട് ഇന്ന് കാണുന്ന ഈ സ്റ്റേജിന്റെ സൈഡിലേക്ക് മാറ്റിയാണ് പ്ലാൻ വരച്ചത്. ഈ വരച്ച പ്ലാന് വളരെ നീളത്തിൽ ഈ 7 ക്ലാസ് മുറികളും ഒരേ നീളത്തിൽ ഇതേപോലത്തെ ഒരേ നീളത്തിൽ പണിയാനുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് അന്ന് ആ പ്ലാൻ പാസ്സാക്കിയതെങ്കിൽ, പ്ലാൻ വരച്ചതെങ്കിലും പിന്നീട് അതിന് കുറെ തടസ്സങ്ങളുണ്ടായി. അത് നമ്മളവിടെ സ്റ്റേജ് നിൽക്കുന്നുണ്ട്, സ്റ്റേജ് പൊളിക്കണം. അപ്പൊ സ്റ്റേജ് പൊളിക്കണം താമസം വന്നു. അപ്പൊ അത് സ്റ്റേജ് പൊളിക്കാമെന്ന് ആദ്യം പറഞ്ഞു. അപ്പൊ നിങ്ങളോട് പൊളിച്ചോന്ന് മുനിസിപ്പാലിറ്റി നമ്മളോട് പറഞ്ഞു. അപ്പൊ നമുക്ക് പൊളിക്കാൻ മാർഗമില്ലെന്ന് പ്രകാശ് അവരറിയിച്ചു. പിന്നീട് പറഞ്ഞ് സ്റ്റേജ് പൊളിക്കണ്ട. അപ്പൊ 2019 ഫെബ്രുവരിയിൽ ഇതിന്റെ ശിലാസ്ഥാപനം നടത്തി. അപ്പൊ അന്ന് നമ്മുടെ വാർഷികം നടക്കുന്ന സമയത്താണ് ശിലാസ്ഥാപനം നടത്തിയുണ്ടായി. അന്ന് സ്വരാജ് നമ്മുടെ MLA ശിലാസ്ഥാപനം നടത്തി. അപ്പോൾ ശിലാസ്ഥാപനം നടത്തിയതിന്റെ പിറ്റേ മാസം മുതൽ അതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ തയ്യാറെടുത്തതിന് നമ്മുടെ കോൺട്രാക്ടർ നമ്മൾ നിർമ്മാണം ആരംഭിക്കും. പക്ഷെ നമ്മളിത് എവിടെ പണി? ഇതാണ് പ്ലാൻ. ഇത് നമ്മൾക്ക് ഈ സ്റ്റേജ് ഇരിക്കുമ്പോൾ ഈ സ്ഥലത്തിവിടെ പ്ലാൻ ഈ പ്ലാൻ പ്രകാരമുള്ള ബിൽഡിംഗ് പണിയാനുള്ള സ്ഥലം നമുക്ക് തികയില്ല. അപ്പൊ അതിന്റെ മറ്റു കാര്യം. അപ്പൊ അതിനോടനുസരിച്ചാണ് ഈ സ്റ്റേജ് പൊളിച്ചു മാറ്റണമെന്നുള്ളത് നമ്മൾ മുനിസിപ്പാലിറ്റി കത്ത് കൊടുത്തു. അവിടെ അറിയാൻ അവർ വിളിച്ചില്ല. അവർ പറഞ്ഞാൽ നമ്മളോട് വിളിച്ചോളം പറഞ്ഞു നമുക്ക് വിളിക്കാനുള്ള ഫണ്ടില്ല. വീട്ടുകാരെ സംബന്ധിച്ച് നമ്മുടെ പല കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകാനുള്ള ഫണ്ടില്ലാത്ത അവസ്ഥയാണ്. നമുക്കത് പൊളിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കോൺട്രാക്ടറിനെ കൊടുക്കില്ല. കോൺട്രാക്ടർ പറഞ്ഞു നമുക്ക് പൊളിക്കാനുള്ള മാർഗമില്ല, നമുക്ക് അതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടാണെങ്കിൽ നമുക്ക് പൊളിക്കാം. അപ്പൊ വീട്ടിൽ സംസാരിച്ച് പറഞ്ഞു നമുക്ക് അതിനുള്ള നിർവാഹമില്ല. അപ്പൊ പിന്നെ അങ്ങനെ നീണ്ടുകയാണ്. ആ സമയത്ത് നമ്മുടെ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് MLA ഞങ്ങളുടെ കുടുംബയോഗത്തിന് വന്നപ്പോൾ ഞാൻ MLA പറഞ്ഞു, സാറേ നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ ശിലാസ്ഥാപനം നമ്മൾ കഴിഞ്ഞു, ഇതുവരെ നമുക്ക് പണി തുടങ്ങാൻ പറ്റിയിട്ടില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ പണി തുടങ്ങണം, എന്നാലും നമുക്ക് തീർക്കാൻ പറ്റുമോ? സാറ് ഞാൻ ആലോചിക്കട്ടെ, ഞാൻ പറയാൻ പറഞ്ഞു. അപ്പൊ ഇന്നതാണ് വിഷയം. ഇങ്ങനെ നമുക്കവിടെ സ്റ്റേജ് നിൽക്കുന്നുണ്ട്, അത് പൊളിച്ചു മാറ്റണം. അത് പൊളിച്ചു മാറ്റിയാൽ നമ്മുടെ ബിൽഡിംഗ് പണിയാൻ പറ്റുള്ളൂ, അങ്ങനെ അവിടെ സ്ഥലം കിട്ടുള്ളൂ. അതങ്ങനെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചതിന് പോയിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞു. പിന്നെ 1 മാസം അങ്ങനെ വേറെ ആർക്കും ഉണ്ടായില്ല. അത് നമ്മൾ കോൺട്രാക്ടർ സാറേ ചേട്ടാ ഇങ്ങനെ പണി നടക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു. പിന്നീട് നമ്മളിവിടെ അവിടുത്തെ ഏരിയ ഘടകമായിട്ട് ബന്ധപ്പെട്ടു. ഏരിയ സെക്രട്ടറിയായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു സാർ ഇങ്ങനെ സംഭവമുണ്ട്, ഇവരായിട്ട് ബന്ധപ്പെടണം. വീണ്ടും നമ്മൾ ഇവരായിട്ട് ബന്ധപ്പെട്ടു 2 പ്രാവശ്യം. ഇവരായിട്ട് വീണ്ടും ഈ വിഷയങ്ങൾ ശ്രദ്ധപ്പെടുത്തി. ഇങ്ങനെ ബിൽഡിങ്ങിന്റെ പണി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അങ്ങനെ പിന്നീട് MLA വിളിച്ചു കൂട്ടിയ യോഗത്തിൽ PWD ആളുകളെ വിളിച്ച്, എഞ്ചിനീയറെ വിളിച്ചു, മുനിസിപ്പാലിറ്റി വിളിച്ച് യോഗത്തിൽ അവർ വേറെ പ്ലാൻ മാറ്റി വരച്ചു.
അതായത് ഇപ്പൊ കാണുന്ന ബിൽഡിങ് ഒരു ക്ലാസ് മുറി കുറച്ച് വെളിയിലേക്ക് ആക്കിക്കൊണ്ടിട്ട് ഈ കാണുന്ന രൂപത്തിൽ മാറ്റി വരച്ചിട്ടാണ് പിന്നീട് ഇവിടെ ഈ പണി ആരംഭിച്ചത്. ഈ പണി ആരംഭിക്കുന്ന സമയത്ത് ഏതാണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങേണ്ട പണി തുടങ്ങുന്നത് ഏതാണ്ട് മെയ് മാസത്തിലാണ്. ഈ മെയ് മാസത്തില് സ്കൂളൊക്കെ അടച്ച് മെയ് മാസത്തിൽ തുടങ്ങിയ ആ സമയത്ത് രണ്ടാമത്തെ പ്രളയം, നമ്മുടെ ആദ്യത്തെ പ്രളയം കഴിഞ്ഞ വർഷം ഇപ്പൊ സമയത്താണ് രണ്ടാമത്തെ പ്രളയം. അന്ന് വന്ന് പണി കുഴിയൊക്കെ എടുത്ത് പൊട്ടിങ്ങിന്റെ പരിപാടി ആരംഭിച്ച് കുറച്ച് കമ്പിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു. പിന്നെ പണി പോകണം. പിന്നെയും കുറെ നാളുകൾക്ക് ശേഷം അതിന്റെ ജൂൺ ജൂലൈ 1-2 മാസം അങ്ങനെ നീണ്ടു. പിന്നെ അതിന് ശേഷമാണ് അതിന്റെ പണികൾ പുനരാരംഭിച്ചത്. അത് കഴിഞ്ഞ് പണികൾ ആരംഭിച്ച് പതുക്കെ ഓരോരോ പണികൾ നിന്ന് അടുത്ത നമ്മള് വീണ്ടും കൊറോണ പിന്നെയും പണി സ്റ്റോപ്പായി. പണിക്കാർക്ക് പോകാൻ നിർവാഹമില്ല, പണിക്കാർക്ക് വരാൻ നിർവാഹമില്ല. നമ്മൾ അതുമൊക്കെ തരണം ചെയ്തു. അവരുടെ പണിക്കാരുടെ ഒറ്റപ്പെട്ടു പോയ രീതിയിലായിരുന്നു അവിടെ കഴിഞ്ഞത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ PTA ഭാഗത്ത് നമ്മൾ ചെയ്തു കൊടുത്തു. അങ്ങനെ ഓരോരോ ഘട്ടത്തിലും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തടസ്സം ഓരോരോ തടസ്സങ്ങളിലൂടെയാണ് ശരിക്കും നമ്മൾ ഭയങ്കര ഒരു വല്ലാത്ത ശരിക്കും പണി പല ഘട്ടങ്ങളിലും നിന്നുപോകേണ്ട അവസ്ഥയിലാണ് നമ്മൾ ഈ ശരിക്കും പണിയുന്നത്. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ ഇതിന്റെ ഫൗണ്ടേഷൻ ആരംഭിച്ചപ്പോൾ ഒരു തർക്കം വന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ചാല് ഇത് ഇവിടെ നമ്മൾ CCTV ഒന്നും വെച്ചിട്ടില്ല. നമ്മുടെ ഈ സ്കൂളിൽ നമ്മൾ CCTV ഒന്നും ഇല്ലെങ്കിൽ വിടും. പക്ഷെ ഇവിടെയുള്ള നാട്ടുകാരുടെ ആൾക്കാർ 4 അയലകത്തും നമുക്ക് നല്ല CCTV പോലെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ലൈഫ് പരീഡ് നടക്കില്ല. അപ്പോ ഫൗണ്ടേഷൻ ആയിട്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞു, ഇതിന്റെ ഫൗണ്ടേഷൻ കെട്ടിയിട്ട് മണ്ണിടാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ ഇതിന്റെ പ്ലാസ്റ്റിക് നടക്കണം. അപ്പൊ ഞാൻ എന്നെ വിളിച്ച് ആളുകൾ ഞാൻ വന്നു. എന്ത് സംഭവം നമുക്ക് ഇതിന് ഫൗണ്ടേഷൻ പ്ലാസ്റ്ററിങ്ങിനുള്ള എസ്റ്റിമേറ്റ് നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ നമ്മളോട് എഗ്രിമെന്റ് ഇല്ല, നമ്മൾ അത് ചെയ്യും. അപ്പൊ ഞാൻ അതിന്റെ എഞ്ചിനീയറെ വിളിച്ചു. അപ്പോൾ അദ്ദേഹം സംസാരിച്ചു. ഒരു സുജാമേളാണ്. പറഞ്ഞു നമുക്ക് അങ്ങനെ എസ്റ്റിമേറ്റ് ഇല്ല. അപ്പൊ മുനിസിപ്പാലിറ്റി മാഷ് ബന്ധപ്പെട്ടു. മാഷ് പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലുള്ള ബിൽഡിങ്ങുകൾ നമ്മൾ അങ്ങനെ പ്ലാസ്റ്ററിങ് നടത്തിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പൊ വീണ്ടും അവരോട് സംസാരിച്ചിട്ട് അങ്ങനെ ശരി അതിനുള്ള എസ്റ്റിമേറ്റ് കൊടുത്തേക്കാണ് പറഞ്ഞ് വീണ്ടും പ്ലാസ്റ്ററിങ് നടത്തി. അങ്ങനെ നമ്മുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ഫൗണ്ടേഷൻ മുതൽ അതിന്റെ മേളിലേക്ക് വരുന്ന ഓരോ ഘട്ടത്തിലും നല്ല രീതിയിലുള്ള ഒരു നിരീക്ഷണവും മേൽനോട്ടവും നമ്മുടെ ഭാഗത്തുനിന്നും നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഒക്കെ നല്ല രീതിയിൽ ഈ ബിൽഡിങ്ങിന് ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ മറ്റൊന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ബിൽഡിംഗ് ഇരുന്ന സ്ഥലത്ത് ഇതുപോലൊരു ബിൽഡിംഗ് വർഷങ്ങൾക്ക് മുമ്പ് പണിതാണ്. ആ ബിൽഡിംഗ് പണിത് ഞാനൊക്കെ എന്റെ ചെറിയ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. ആ ബിൽഡിംഗ് പണിത് പണി പൂർത്തിയാക്കി 1 വർഷം കഴിഞ്ഞപ്പോൾ അതിന് ചോർച്ച. പിന്നീട് ഈ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട് ആ ബിൽഡിങ്ങിൽ ഇരുത്തി കുട്ടികളെ പഠിപ്പിച്ചാൽ സുരക്ഷിതമല്ലെന്നുള്ള കാരണം കൊണ്ട് ആ ബിൽഡിംഗ് മാറ്റിയാണ് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റും. 1 വർഷമായിട്ട് അതിനകത്ത് ഇരുത്തി പഠിക്കുന്നത് ബാക്കിയുള്ള കാലത്ത് വെറുതെ കിടക്കുകയാണ്. അപ്പോ നമുക്ക് നമ്മുടെ സ്ഥലം വെറുതെ കിടക്കുകയും ബിൽഡിങ്ങിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്നിട്ട് ആ ബിൽഡിങ് ഇവിടുന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പാട് അന്നൊക്കെ ഉണ്ടായിരുന്ന PTA നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ ബിൽഡിങ് പൊളിച്ച് പണിയാൻ ഇത്ര വർഷം കഴിയണം, 10 വർഷം കഴിയുമ്പോൾ പൊളിച്ച് പുതിയ ബിൽഡിംഗ് പണിയാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ ഭയങ്കര ത്യാഗങ്ങളൊക്കെ PTA ഒക്കെ ഭയങ്കര ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ് അന്ന് ആ ബിൽഡിംഗ് പൊളിച്ച് കളഞ്ഞ് വീണ്ടും ഈ നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് ഇവിടെ ഉണ്ടായത്. അതിന്റെയൊക്കെ അനുഭവ പാഠങ്ങളൊക്കെ കൊടുക്കുമ്പോഴായിരിക്കും ഇവിടെയുള്ള എല്ലാ ആളുകളും വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന എല്ലാ തരം പ്രവർത്തനങ്ങളിലും ആളുകൾ ഇടപെടുന്നത്. ഇനിയും തുടർന്നും അത്തരം ഇടപെടലുകളും നമ്മളെ പൊതുസമൂഹത്തിൽ നിന്ന് വേണം. എന്നാലും പല കാര്യങ്ങളും ഈ നമ്മുടെ പത്രങ്ങളിലൊക്കെ വായിച്ചാലേ പലരട്ടം പാലം പോലുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് ഇനി നമ്മുടെ നാട്ടിലെങ്കിലും ആവർത്തിക്കാതിരിക്കണം. ഏതായാലും അത്തരത്തിൽ നമുക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ നിരീക്ഷണവും എല്ലാ നിർദ്ദേശങ്ങളും നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ എന്തെങ്കിലും പാലിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു ഉറപ്പും ഒരു ചാരിതാർത്ഥത്തോടു കൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇപ്പോ ഈ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ എനിക്കപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാല് എന്റെ മോനോട് 7ാം ക്ലാസ് കഴിഞ്ഞു, 8ാം ക്ലാസ്സിലേക്ക് പോയി. ഞാനിപ്പോ നിലവിൽ 8ാം ക്ലാസ്സിലേക്ക് ഹൈസ്കൂളിലേക്കാണ് എന്റെ പ്രവർത്തനം പോകുന്നതെങ്കിൽ ഞാനിപ്പോ ഇപ്പോഴും ഞാൻ ഹൈസ്കൂളിലേക്ക് കഴിഞ്ഞ നേരത്തെ ഞാൻ സുഹൃത്തുക്കളോട് സംസാരിച്ച് പറഞ്ഞത് എനിക്ക് മാത്രം പ്രൊമോഷൻ കിട്ടിയില്ല. സ്കൂളിൽ പ്രൊമോഷൻ കിട്ടി. എന്റെ മോൾക്ക് പ്രൊമോഷൻ 8ാം ക്ലാസ്സിലേക്ക് പോയി. എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. ഞാനിപ്പോഴും UP തന്നെ പ്രസിഡന്റായിട്ട് വേറെ ആളാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ പറയണം.
അത് മാത്രമല്ല ചില വിഷമം ഇപ്പം നമ്മൾ 2-3 വർഷമായിട്ട് നമ്മൾ വീട്ടുകാരും ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചില വിഷമം പറയാൻ ഇത് കേൾക്കാനുള്ള ആളുകൾ ശരിക്കും ഇവിടെ ഇല്ല. ഇവിടെ മുനിസിപ്പാലിറ്റി ഈ മുഖ്യമന്ത്രി പങ്കെടുത്ത ഈ ചടങ്ങുകൾ പൊതുമരാമത്ത് വകുപ്പ് ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ PTA-യുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് നമുക്ക് ഇവിടെ ഒരു സ്ഥാനമുണ്ട്. ആശംസ അർപ്പിക്കുക വേദിയിൽ നമുക്ക് സ്ഥാനമുണ്ട്. പക്ഷെ നമ്മളിവിടെ മുനിസിപ്പാലിറ്റി പല ചടങ്ങുകളും പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ആ ചെയ്തു തരുന്ന ഒരു ചടങ്ങിൽ പോലും നമ്മുടെ PTA-യുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്താമെന്നത് വളരെ ഖേദകരമായിട്ടൊരു സങ്കടം കൂടി ഞാൻ. പക്ഷെ അത് കേൾക്കാനായിട്ടാണ് അവരെല്ലാം വേദിയിൽ നിന്ന് പോയി കഴിഞ്ഞു. അവർ കേൾക്കണമെന്നുണ്ടായിരുന്നു, എനിക്ക് അവരോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് പറയുന്നത് ഞാനിങ്ങനെ പറയണമെന്ന് പറഞ്ഞെങ്കിലും ഈ അവസരത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറഞ്ഞ കാര്യമില്ല. അപ്പൊ നിങ്ങളോടെങ്കിലും പറയണം. അത്തരം കാര്യങ്ങൾ നിങ്ങളെങ്കിലും ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് പറയണം. മുനിസിപ്പാലിറ്റി സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ നമ്മുടെ PTA-യുടെ ഭാരവാഹികളെപ്പെട്ട് അല്ലെങ്കിൽ PTA അംഗങ്ങളെ ഉൾപ്പെടുത്താറുള്ളതാണ് സത്യം. അവരെ ഒരു നോട്ടീസ് അടിച്ച് ആ നോട്ടീസിൽ വരുന്ന ആൾക്കാരൊന്നും ചിലപ്പോ ഈ ചടങ്ങിൽ പോലും വരാറുണ്ടാവില്ല. ഇവിടെ PTA ഞാൻ പറഞ്ഞല്ലോ 3-4 ദിവസത്തോളം ഇതിന്റെ പുറകെ ഓടി നമ്മൾ ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനായിരിക്കില്ല. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് എന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. നാളെ വരുന്നത് ഇവിടുത്തെ PTA എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഓട്ടോറിക്ഷക്കാരനായിരിക്കാം, ചിലപ്പോ കൂലിപ്പണിക്കാരനായിരിക്കും, ചിലപ്പോൾ വാർക്കപ്പണിക്കാരനായിരിക്കും, ചിലപ്പോൾ തോട്ടിപ്പണിക്കാരനായിരിക്കും. ഇതൊരു തൊഴിൽ മോശമായിട്ട് ഞാൻ പറയില്ല. അത്രയും താഴെക്കടയിലെ ആളുകളൊക്കെ തന്നെ ഇവിടെ അവിടുത്തെ മക്കളാണ് ഇവിടെയൊക്കെ പഠിക്കുന്നത്. അപ്പൊ PTA അവരിൽ നിന്ന് ആൾക്കാരെ PTA-ആയിട്ട് വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ അതുകൊണ്ടാണ് വാക്കണമെന്ന് അറിയില്ല. താല്പര്യ താല്പര്യങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ഈ PTA-യിൽ വരുന്ന ആളുകളെയൊക്കെ ഉൾപ്പെടുത്താനുള്ള ഒരു സന്മനസ് നഗരസഭയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവണം എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെയാണ് ഈ ചടങ്ങ് ഭംഗിയാക്കുവാനും നമ്മളോട് ശ്രമിച്ച എല്ലാ ആളുകളെയും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചില ആളുകൾ ഇപ്പോ നമുക്ക് ഒരു കൊടിമരം വേണമായിരുന്നു. നമ്മുടെ പുതിയ ബിൽഡിങ്ങിൽ ഒരു കൊടിമരം വേണം. അപ്പൊ കൊടിമരം നമുക്ക് എസ്റ്റിമേറ്റ് ഇല്ല. അപ്പൊ നമുക്ക് ടീച്ചറോ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺട്രാക്ടറോട് പറഞ്ഞു നമുക്ക് കൊടിമരം വേണം. ആ കൊടിമരം അടുത്തുള്ള ഇമ്പാക്ട് മെറ്റൽസ് എന്നിട്ടാണ് നമ്മൾ പണിയിച്ച് കൊണ്ടുപോകുന്നത്. പണിയിച്ച് കൊണ്ടുപോകുന്നിട്ട് ബില്ല് കൊടുത്തോട്ടുണ്ടായി. അപ്പൊ നമ്മള് ഇമ്പാക്റ്റിലെ ജോലിയോട് പഴയ പൂർവ്വ വിദ്യാർത്ഥികളാണ്, പഴയ സുഹൃത്തൊക്കെയാണ്. ജോലിയോട് സംസാരിച്ചപ്പോൾ ജോലി പറഞ്ഞു ആ കൊടിമരം എന്റെ അവർക്ക് സ്പോൺസർ ചെയ്തൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പല ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പുറകെ ഓടിയതിന്റെ പേരിൽ നമുക്ക് ഇതിന്റെ സ്പോൺസർഷിപ്പിന് പലരോട് സംസാരിക്കാൻ പറ്റിയെന്നുള്ള വേറെ സത്യം. അപ്പൊ അങ്ങനെ ഫോൺ കോളിലൂടെ പറഞ്ഞപ്പോൾ പോലും നമ്മളോട് വളരെ നല്ല രീതിയിൽ ആ ഒരു രണ്ടുപേർക്ക് സ്പോൺസർ അങ്ങനെ മറ്റു പല കാര്യങ്ങളും നമ്മൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാൻ തയ്യാറായ ഒരുപാട് നല്ല മനുഷ്യര് നമ്മളുടെ ഇടയിലുണ്ട്. ഇനിയും എന്ത് വേണമെങ്കിലും സഹായങ്ങൾ ചെയ്തു തരാനുള്ള തയ്യാറെടുപ്പ് തന്നെ നമ്മൾ സമീപിച്ചാൽ മതി, സമീപിക്കാത്ത കുഴപ്പമുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള കുറേ ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ നമ്മുടെ പൊതുവിദ്യാഭ്യാസം നമ്മുടെ സ്കൂളിനെ മധ്യ വലിയൊരു വിജയം തന്നെയാണ്. ഇനിയും അത്തരത്തിലുള്ള സഹായ സഹകരണം എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാകണമെന്നും ഒരു അഭ്യർത്ഥന കൂടി നടത്തിയുണ്ട്. ഈ സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി ഭാവിയിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടും ഈ ഓഹരികളെ ആശംസകൾ അഭിപ്രായത്തിന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. 2018-19 അധ്യയന വർഷത്തിൽ നിർമ്മാണം ആരംഭിച്ച നമ്മുടെ പുതിയ സ്കൂൾ കെട്ടിടം പ്രളയം, കോവിഡ് തുടങ്ങിയ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് യാഥാർത്ഥ്യമാക്കിയ കോൺട്രാക്ടർ ശ്രീ അബ്ദുൽ ബാസിദിനെ GKM UPS-ലെ PTA-യും സ്റ്റാഫും നൽകുന്ന ഒരു സ്നേഹോപഹാരം. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ അബ്ദുൽ ബാസിദിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഉപഹാരം നൽകുന്നതിനായി PTA പ്രസിഡന്റ് ശ്രീ ബിജുവിനെയും SMC ചെയർപേഴ്സൺ ശ്രീമതി ബിജി മോഹനെയും ക്ഷണിച്ചു. നമസ്കാരം. ഇത് സംസാരിക്കാനായിട്ട് എനിക്ക് ഇവിടെ ഒരു പ്രോബ്ലമില്ല. എനിക്ക് പറയാനുള്ളത് കെട്ടിട പണി പൂർത്തിയാക്കാൻ സഹകരിച്ച PTA-യും സ്കൂളിനെയും
പിന്നെ നാട്ടിൽപ്പെട്ട ചില ആൾക്കാരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ബാസിൽ. അടുത്തതായി ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കൃതജ്ഞത അർപ്പിക്കുന്നതിന് നമ്മുടെ സ്കൂളിന്റെ എല്ലാമായ പ്രിയങ്കരിയായ നമ്മുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി ശ്രീലത ടീച്ചറെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ 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 സന്തോഷം. എന്നെ ഒറ്റ വാക്കിൽ ഈ സന്തോഷം രേഖപ്പെടുത്താനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു സന്തോഷത്തിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം. വളരെ നമ്മുടെ കുട്ടികൾ ഇല്ലാതെ തന്നെയാണ് നമ്മുടെ ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. എങ്കിൽ കൂടിയും വളരെ സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ ഇങ്ങനെ ഒരു നിമിഷത്തിൽ നിൽക്കുന്നതിൽ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരത്തോട് തുടങ്ങട്ടെ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അതുപോലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ശ്രീമതി രമാ സന്തോഷ്, മുഖ്യ അതിഥിയായി എത്തിയ അഡ്വക്കേറ്റ് എം സ്വരാജ് MLA, അതുപോലെ അതിഥിയായി എത്താമെന്ന് എത്തിയിരുന്ന ജോൺ ഫെർണാണ്ടസ്, നമ്മുടെ വൈസ് ചെയർമാൻ പ്രദീപ് കുമാർ, അതുപോലെ നമ്മുടെ കൗൺസിലർ ഷീന ഗിരീഷ്, താലൂക്ക് വികസന സമിതി അംഗം ടി വാസുദേവൻ, PTA പ്രസിഡന്റ് സി ബിജു, അതുപോലെ എൻ്റെ പ്രിയ രക്ഷകർത്താക്കൾ, അധ്യാപകർ, എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാം. ഒരാഴ്ചയായുള്ളൂ. കറക്റ്റ് 29-ാം തീയതി ആണ് നമ്മൾക്ക് ഈ ചടങ്ങ് സംഘടിപ്പിക്കണമെന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ പെട്ടെന്നാണ് അറിയിപ്പ് കിട്ടിയത്. ഒരു ഉച്ച സമയത്ത് 2 മണി നേരത്ത് നമ്മൾക്ക് കോർഡിനേറ്റർ വന്ന് പറയുമ്പോൾ പണി ഏകദേശമായി. എങ്കിൽ കൂടിയും നമ്മൾ കോൺട്രാക്ടർ പോലും അറിഞ്ഞിട്ടില്ല. ഇതെന്നാണ് ഇതൊരു സംഭവം നടക്കുന്ന വിവരം പോലും അദ്ദേഹം പോലും അറിഞ്ഞിട്ടുണ്ടായില്ല. ഉടൻ തന്നെ ഞാൻ ബാസിറ്റിനെ വിളിച്ചു. ബാസിറ്റി ഇങ്ങനെ ചടങ്ങുണ്ട്, അറിഞ്ഞു? അപ്പോൾ പറഞ്ഞു, ടീച്ചറെ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരാഴ്ച കൊണ്ടാണ് നമ്മൾ ഇത്രയും ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ദിവസത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാഴ്ചയായി എല്ലാവരുടെയും ഒരു പരിശ്രമം ഇതിന്റെ പിറകിലുണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പിറ്റേ ദിവസം തന്നെ സംഘാടക സമിതി രൂപീകരിച്ചു. ആ സംഘാടക സമിതി യോഗത്തിലേക്ക് നമ്മുടെ സ്കൂൾ വികസന സമിതി അംഗങ്ങളെത്തി. അതിൽ നിന്ന് അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പല പ്രമുഖരെത്തി. പാർട്ടി ഭേദമന്യേ എല്ലാവരും പങ്കെടുത്തു. അതിൽ നമ്മളൊരു കൺവീനറെ കണ്ടെത്തി. അങ്ങനെ നമ്മൾ ആ സംഘാടക സമിതി രൂപീകരിച്ചു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ നോട്ടീസ് അതുപോലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടത്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ അവലോകന യോഗവും നടന്നു. ഒക്കെ നടന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ നോട്ടീസ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അറിവ് ലഭിക്കണം എന്നുള്ള ഒരു പ്രത്യേക അറിയിപ്പ് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ നോട്ടീസും സംഘടിപ്പിക്കുന്നത്. അപ്പൊ എനിക്കൊരു വിഷമം, ഇവിടെ നിൽക്കുമ്പോൾ ഒരു വിഷമം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അത് ശരിയാവായിട്ട് ബുദ്ധിമുട്ട് വിചാരിക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഈ നോട്ടീസ് നമ്മൾ റെഡിയാക്കിയപ്പോൾ അവിടെ നിന്ന് നമ്മുടെ MLA ഓഫീസിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നോട്ടീസ് റെഡിയാക്കിയത്. നോട്ടീസ് റെഡിയാക്കിയതിൻ്റെ പിന്നിൽ ഒരു ദിവസത്തെ പ്രയത്നം ഉണ്ടായിരുന്നു. ഞങ്ങൾ ടീച്ചറും സ്റ്റാഫ് സെക്രട്ടറിയും ഞാനും കൂടെ കൂടിയിരുന്ന് നോട്ടീസ് റെഡിയാക്കി, പ്രൂഫ് റെഡിയാക്കി 2 മണിയായപ്പോൾ സ്കൂളിലെത്തിയത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്തു. തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് മറുപടി ലഭിച്ചു, ഇങ്ങനെ പോയാൽ നോട്ടീസ്. എല്ലാ അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നമ്മൾ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് തൃപ്പൂണിത്തുറ ചെയർപേഴ്സൺ രമാ സന്തോഷ് അവர்களാണ്. നമ്മുടെ ഭരണസമിതി ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ സ്കൂളിലെ നിരവധി കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് തൃപ്പൂണിത്തുറ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ബാക്കിയുള്ള നമ്മുടെ കാര്യങ്ങൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ഉന്നയിക്കാനും നമ്മൾക്ക് കഴിയണം. അപ്പോൾ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ശ്രീ ചെയർപേഴ്സൺ ശ്രീമതി രമാ സന്തോഷ് അവരുടെ സ്കൂളിൻ്റെ പേരിൽ PTA പേരിൽ എല്ലാവരുടെയും പേരിൽ ഞാൻ കൃതജ്ഞത അറിയിക്കുന്നു.
അതുപോലെ നമ്മുടെ മുഖ്യ അതിഥിയായി എത്തിയിരുന്നത് കുളിത്തറയുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് M. സ്വരാജ് അവர்களാണ്. ഇത്ര ഗേൾസിൽ നിന്നാണ് ഗേൾസിലെ പരിപാടികളൊക്കെ കഴിഞ്ഞാണ് അദ്ദേഹം എത്തിയത്. അപ്പോൾ നമ്മുടെ സ്കൂളിലും ഇത്രയേറെ സമയം അദ്ദേഹം ചെലവഴിച്ചു, നമ്മുടെ ഒപ്പം ചെലവഴിച്ചു. അദ്ദേഹത്തിന് പ്രത്യേകം നമുക്ക് സ്കൂളിൻ്റെ പേരിൽ PTA പേരിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ്. മുഖ്യ അതിഥിയെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു MLA ജോൺ ഫെർണാണ്ടസ്. അദ്ദേഹം എത്തിച്ചേർന്നില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിനും സ്കൂളിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ ഷീന ഗിരീഷ്. അപ്പോൾ ഷീനയെ കഴിഞ്ഞ കാലഘട്ടത്തിൽ മുതലേ അറിയാം. അപ്പോൾ ഭാഗ്യത്തിന് നമ്മളോടൊപ്പം നിൽക്കാൻ ഈ പ്രാവശ്യവും നമ്മുടെ വാർഡിൽ നിന്ന് ഷീന ഉണ്ടായി എന്നുള്ളത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ്. എന്ത് കാര്യം വേണമെങ്കിലും തുറന്നു പറയാനും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരാനും ഈ 5 വർഷക്കാലം ഷീന നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് അധ്യാപകർക്കും അതേപോലെ PTA ഉള്ളത്. അപ്പോൾ ഇനി നമ്മുടെ സ്കൂളിൽ ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും അടുത്ത ദിവസം തന്നെ അടുത്ത 7-ാം തീയതി ഇവിടെ വാർഡ് കൗൺസിലർ കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സ്കൂളിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വാർഡ് കൗൺസിലറുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. നമുക്ക് അത്യാവശ്യം വേണ്ടത് ബോയ്സ് കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് ഇല്ല. ആ ടോയ്ലറ്റാണ് നമ്മുടെ സ്കൂളിൽ ഇത്രയും വലിയ സ്കൂൾ സമുച്ചയം വന്നു. അപ്പോൾ കുട്ടികൾക്ക് ടോയ്ലറ്റ് ഇല്ല എന്ന് പറയുന്നത് വലിയ നാണക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് ഉത്തര മുനിസിപ്പാലിറ്റിയുടെ നമുക്ക് സ്കൂൾ തുറക്കുമ്പോഴേക്കും അതിനുള്ളൊരു സംവിധാനം ഒരുക്കി തരണമെന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അതുപോലെ നമ്മൾക്ക് വാട്ടർ കണക്ഷൻ, ഇതിനുള്ള സംവിധാനങ്ങൾ, അതുപോലെ കണക്ഷൻ, ഇവയൊക്കെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ ഷീന ഗിരീഷ് അവർക്ക് സ്കൂളിൻ്റെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. അതേപോലെ താലൂക്ക് വികസന സമിതി അംഗം ശ്രീ T. വാസുദേവൻ അവர்களാണ്. അദ്ദേഹം എത്തിയിരുന്നു, എന്നാലും പ്രസംഗം അതിനെത്തിയില്ല. എങ്കിൽ കൂടിയും തിരക്കുള്ളത് കൊണ്ട് അവിടുത്തെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോയതാണ്. അപ്പം അദ്ദേഹത്തെയും യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ 2 വർഷക്കാലം നമ്മുടെ PTA പ്രസിഡന്റായി ശ്രീ ബിജു ഉണ്ടായിരുന്നു. ഈ വർഷം ശ്രീ ബിജു പോകേണ്ടതാണ്. കല്യാണി 7ാം ക്ലാസ് കഴിഞ്ഞ് 8ലേക്ക് പോയി. എങ്കിൽ കൂടിയും ഒരു നിമിത്തം എന്നോണം ഈ 2 വർഷക്കാലം നമ്മുടെ സ്കൂളിന് വേണ്ടി ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് ബിജുവിന് നിൽക്കാനായി എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് തോന്നുന്നത് ബിജുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, അതായത് എൻ്റെ കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ ഞാൻ പഠിപ്പിക്കും എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ബിജു ഇവിടേക്ക് വന്നത്. അതിന് പിന്നിൽ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് വളരെ അഭിമാനത്തോടു കൂടി ബിജുവിനും പറയാൻ പറ്റും, നമ്മൾക്കും പറയാൻ പറ്റും. മീനാക്ഷി ബിജു നമ്മുടെ ഇവിടെ നിന്ന് 1ാം ക്ലാസ്സിൽ പഠിച്ച്, അതായത് KGയിൽ നിന്ന് തുടങ്ങി 1ാം ക്ലാസ്സിൽ പഠിച്ച് 7ാം ക്ലാസ്സിൽ നിന്ന് പോയി 10ലെത്തിയപ്പോൾ എല്ലാ വിഷയത്തിനും A+ കൂടി നമ്മുടെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പാസ്സായി. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്. നമ്മുടെ പലപ്പോഴും പല അപവാദങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് ഒരു സ്കൂളിനെ കുറിച്ച്. അധ്യാപകർ പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് യാഥാർത്ഥ്യമാക്കുന്നതാണ് അതായത് മീനാക്ഷിയുടെയും കല്യാണിയുടെയും വിജയം എന്ന് പറയുന്നത്. കല്യാണിയാണെങ്കിലും LSS പരീക്ഷയ്ക്ക് നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമായി, അതുപോലെ USS പരീക്ഷയ്ക്ക് ഈ വർഷം ആ കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടി. അതുപോലെ നമ്മുടെ ജില്ലാ മത്സരങ്ങളിൽ എല്ലാ മത്സരങ്ങളിലും ആ കുട്ടി 1ാം സ്ഥാനം നേടി. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെ ഇവിടെ ചേർത്ത് പഠിപ്പിച്ചു, അതിനുള്ള ഒരു തന്റേടം കാണിക്കുകയും മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും കൂടി ബിജു ചെയ്യാറുണ്ട്. അപ്പോൾ അതിലെനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട് ഈ കുട്ടികളുടെ വിജയത്തിൽ. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ കല്യാണി ഗേൾസിൽ പഠിക്കുകയാണ്. ആ കുട്ടിയും ഇതേപോലെ തന്നെ നല്ല A+ കൂടി പാസ്സാകുമെന്ന് തന്നെയാണ്, വിലകൾ എത്തിച്ചേരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അപ്പോൾ ഈ പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ ഇവിടേക്ക് വരാനുള്ള സംവിധാനം ഇവിടുത്തെ പ്രവർത്തകരാണ് നമ്മുടെ ഈ സാധാരണ കുടുംബങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. നമ്മുടെ ഇപ്പോൾ വീട് സന്ദർശനത്തിനായി പോകുമ്പോൾ പല കുഞ്ഞുങ്ങളും പല സ്കൂളുകളിൽ പഠിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് കാണുന്ന വീടുകളിൽ പോലും ഉണ്ട്, നമ്മൾ കാണുന്നതിൻ്റെ കാഴ്ചയാണ്. പക്ഷെ അവരൊന്നും ഇങ്ങോട്ട് വരാൻ ഇപ്പോഴും മടിച്ചു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ അധ്യാപികയായിരുന്നതാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ ടീച്ചേഴ്സായി 2 വർഷമായി തിരികെ വന്നിട്ട് എങ്കിൽ കൂടിയും ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഇങ്ങോട്ട് വരാൻ പേരൻസ് മടി കാണിക്കുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മികച്ച മാതൃകകളാണ്.
ഈ കുഞ്ഞുങ്ങൾ മികച്ച മാതൃകളാണ്. ഇനി വരാനിരിക്കുന്ന കുഞ്ഞുങ്ങളും നമ്മുടെ എരൂരിൻ്റെ അഭിമാനങ്ങളാണ്. അത് തിരിച്ചറിയാൻ നമ്മുടെ പൊതുസമൂഹം വൈകി പോകുന്നത് എന്താണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ ശ്രീ ബിജു PTA പ്രസിഡന്റായ ഈ 2 കാലഘട്ടം ഒരു സഹോദരനെ പോലെ എൻ്റെ അടുത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും സപ്പോർട്ടായിരുന്നു എല്ലാവരും. അതുപോലെ PTA അംഗങ്ങൾ ഓരോരുത്തരും തന്നെ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി പങ്കെടുത്തു. അതിൽ ബിജു ഏറ്റവും മുന്നിൽ നിന്ന് അവരെ നയിച്ചു. അതിലെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത് PTA ആണ്. അവരുടെ കരുത്താണ് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത് നമ്മൾക്ക് ആശംസകൾ അർപ്പിച്ച ബിജുവിന് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളുടെ അധ്യാപകരുടെ പേരിൽ അതിൻ്റെ കൃതജ്ഞത അർപ്പിക്കുകയാണ്. അതുപോലെ ഓരോ PTA മെമ്പേഴ്സ് PTA ഓരോ PTA മെമ്പേഴ്സിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പരിപാടി ഇത്ര വിജയമായി തീർത്തതിന് പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. നമുക്ക് സ്പോൺസർഷിപ്പ് നൽകിയ പ്രവർത്തനങ്ങളിൽ സ്പോൺസർഷിപ്പ് നൽകിയ ഇമ്പാക്റ്റ് അതായത് സെൻട്രൽ ബേക്കറി, റീച്ച് എക്സ്പ്രസ് എന്നിവ കടകൾ, അതുപോലെ മറ്റ് സംരക്ഷണ സമിതിയിലെ പ്രവർത്തകർ, തോമസ്, ഉല്ലാസ്, അതുപോലെ ഒരുപാട് പേരുണ്ട്. പേര് പറയുമ്പോൾ ഓരോരുത്തരുടെയും പേര് പറയേണ്ടതായിട്ട് വരും. ഇവരുടെയൊക്കെ രാപ്പകലില്ലാത്ത ഒരാഴ്ചത്തെ പ്രയത്ന ഫലം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും മനോഹരമായിട്ട് ഈ ഇത് ഉദ്ഘാടനം നമ്മൾക്ക് നിർവഹിക്കാനായിട്ട്. അപ്പോൾ അവരോട് എനിക്ക് അതിയായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പെട്ടെന്ന് തന്നെ വന്ന കടകളാണെങ്കിൽ കൂടി നമ്മളൊരു സഹായം അഭ്യർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്ന് വന്ന് നമ്മൾക്ക് അതിനു വേണ്ടിയിട്ട് അവർ സഹായം തന്നു. അതിലെനിക്ക് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളായ കുട്ടികൾ ഇവിടെ എത്തി. അത് നമ്മൾക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. ഓരോരുത്തരും, അതായത് ഓരോ കുട്ടികളും വന്നു ചേരുമ്പോൾ അവർ ഓരോ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അത് തന്നെ നമ്മുടെ സ്കൂളിനോടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്കൂളിനോടുള്ള ഒരു താല്പര്യമാണ് കാണുന്നത്. അപ്പോൾ ഈ പൂർവ്വ വിദ്യാർത്ഥികളെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂള് കുറച്ചുകൂടി മുന്നിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റ് ഫാക്കൽറ്റിയായി എത്തിച്ചേർന്ന ജോസ് സാറ്, BRCയിൽ എത്തിച്ചേർന്ന സജ്ജോയ് സാറ്, BRC അധ്യാപകരായ രാധിക ടീച്ചർ, ഉഷ ടീച്ചർ, മറ്റ് അംഗങ്ങൾ, നമ്മുടെ പൂർവാധ്യാപകരായ പ്രസന്ന ടീച്ചർ, അതുപോലെ ലതിക ടീച്ചർ, ഇവരൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ഇവരെയെല്ലാം ഇവരുടെയൊക്കെ സഹകരണം നമ്മൾക്ക് ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രസന്ന ടീച്ചറെ കഴിഞ്ഞ വർഷം നമുക്ക് സ്കൂളിലേക്ക് വിനിയോഗിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കോവിഡ് കൊണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും നടക്കാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വർഷം പ്രസന്ന ടീച്ചറെ പോലെയുള്ള ആളുകളുടെ കഴിവുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ ഓരോ പ്രവർത്തനങ്ങൾ രൂപീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എല്ലാവരുടെയും ഈ ഒത്തൊരുമയുള്ള പ്രവർത്തനത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും, ഓരോ മെമ്പേഴ്സിനും, PTA ഭാരവാഹികൾ, നമ്മുടെ സ്കൂൾ സംരക്ഷണ സമിതി അംഗങ്ങൾ, നല്ലവരായ നാട്ടുകാർ, നമ്മുടെ രക്ഷിതാക്കൾ ഒക്കെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് അലങ്കരിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിറയെ ഭിത്തിയിലൊക്കെ നിറയെ പൂക്കൾ കണ്ടിട്ടുണ്ടാവും. പറയാൻ വിട്ടുപോയതാണ്. ഇതിൻ്റെ പിന്നിൽ നമ്മുടെ BRCയുടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് നടന്നിരുന്നു. അതിൽ പങ്കെടുത്ത കുട്ടികളാണ് ഈ പൂക്കളെല്ലാം ഇവിടെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇന്ന് സജ്ജീകരിച്ച് റെഡിയാക്കി കൊണ്ടുവന്നത്. അതിൽ വിഷ്ണുവിൻ്റെ അമ്മ അനിതയുണ്ട്, 6ാം ക്ലാസ്സിലെ കുട്ടി അർജുനുണ്ട്. അങ്ങനെ 1-2 മക്കളാണ്, നമ്മുടെ കുഞ്ഞു മക്കളാണ് ഇതുപോലെ ഇത്രയും മനോഹരമായ പൂക്കളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്കൂളിലേക്ക് അലങ്കരിക്കാനായി തന്നത്. ആ കുഞ്ഞുമകൾക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സിന് എല്ലാവരുടെയും പേരിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. അർജുൻ അവിടെ ഇരിക്കുന്നുണ്ട്, അനിതയുണ്ട്. ആ കുഞ്ഞു മിടുക്കലിക്ക് വന്ന് എല്ലാവരും ഒന്ന് കാണട്ടെ. അർജുൻ സാറൊക്കെ ഒന്ന് കണ്ടോളൂ.